ലോകത്തിലെ ഏറ്റവും VIPs ആയിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്നറിയാമോ? അറിയില്ലേ? പറഞ്ഞുതരാം. എല്ലാവർക്കും എൻട്രി ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ട് ഞാൻ ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടും അതുപോലെ തന്നെ ഏറ്റവും VIP ആയിട്ടുള്ള ഭാഷകൾ ഏതാണെന്നറിയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇംഗ്ലീഷ് കടന്നു വന്നു കാണും. സത്യത്തിൽ ഇംഗ്ലീഷ് ഒരു VIP ലാംഗ്വേജ് അല്ല എന്നാദ്യം തന്നെ പറയട്ടെ. പിന്നെ എന്താണ് ഇംഗ്ലീഷിന് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഞാൻ തുടർന്നുള്ള സമയങ്ങളിൽ പറയാം. ലോകത്തിലെ ഏറ്റവും VIP ലാംഗ്വേജസ് അല്ലെങ്കിൽ റൊമാൻസ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത് ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, റുമേനിയൻ, ലാറ്റിൻ. റുമേനിയൻ മീൻസ് ഫ്രം റോം. ദീസ് ആർ ആൾസോ കാൾഡ് റൊമാൻസ് ലാംഗ്വേജസ്. ഈ ഭാഷകളെ റൊമാൻസ് ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് ദേ ഹാവ് കം ഫ്രം റോം. ഇവ റോമിൽ നിന്നും വന്ന ഭാഷയായതുകൊണ്ട്. ഇവയാണ് VIP ലാംഗ്വേജസ്. ഇംഗ്ലീഷ് ഒരു VIP ലാംഗ്വേജ് അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിന് ഇത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഒരു വേൾഡ് ലാംഗ്വേജ് ആണ്. ലോകത്തിലെ എല്ലാ ജനതയ്ക്കും ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഭാഷയുമല്ല. എന്തുകൊണ്ട് ഇതൊരു കോമൺ ലാംഗ്വേജ് ആയി മാറി എന്ന് ചോദിച്ചാൽ ബിക്കോസ് അതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇംഗ്ലീഷ് അത്ര സിമ്പിളാണോ? യെസ്, വെൻ കമ്പയർ ടു അതർ ലാംഗ്വേജസ് ഇംഗ്ലീഷ് ഈസ് വെരി സിമ്പിൾ. ഇംഗ്ലീഷാണ് മോർ സിമ്പിൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. നിങ്ങൾക്ക് ഉദാഹരണം വേണോ? അപ്പം ഞാൻ പറഞ്ഞ സ്പാനിഷ് ആയാലും പോർച്ചുഗീസ് ആയാലും റുമേനിയൻ ആയാലും ലാറ്റിൻ ആയാലും ഏത് ഭാഷയായാലും ആ 5 ഭാഷകളിൽ ഏതായാലും ഡിഫിക്കൽട്ട് ലാംഗ്വേജുമാണ്. മലയാളവും ഇംഗ്ലീഷും എടുത്തു നോക്കിയാൽ മലയാളമാണ് ഡിഫിക്കൽട്ട്, ഇംഗ്ലീഷ് സിമ്പിളാണ്. നമ്മളതിനുള്ള കാരണവും ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അക്ഷരങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ ഇംഗ്ലീഷിൽ പകുതി അക്ഷരങ്ങളേ ഉള്ളൂ. വാക്കുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1/3 വാക്കുകളെ ഇംഗ്ലീഷിലുള്ളൂ. അതിലെല്ലാ വാക്കുകളും ഇംഗ്ലീഷിൽ ഒറിജിനൽ ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞതുമാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഒരു ഭാഷയിൽ നിന്നാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത്. ആ ഭാഷയെ വിളിക്കുന്ന പേര് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്നാണ്. ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് എന്നാണ്. അതിലുള്ള ഭാഷകളാണിതെല്ലാം. ഇപ്പോൾ തന്നെ നമുക്ക് മലയാളവും ഇംഗ്ലീഷും തമ്മിൽ എന്ത് സാമ്യം? എല്ലാത്തിലും ക്ലോസ് അഫിനിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ സൗണ്ടുകൾ പലപ്പോഴും ഒരുപോലെ വരാറുണ്ട്. മലയാളത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയട്ടെ. മാങ്ങ മാങ്ങ എന്ന് പറയുന്ന സൗണ്ട്, ആ സൗണ്ടുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. ഇംഗ്ലീഷിൽ അത് മാംഗോ. എവിടെയാണ് വ്യത്യാസം? ക്ലോസ് അഫിനിറ്റി കണ്ടോ? നിങ്ങൾ ഇതുപോലൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ലാംഗ്വേജിനോട് താല്പര്യം വരും. ലാംഗ്വേജുകൾ പഠിക്കാൻ നമുക്ക് താല്പര്യം വരും. എല്ലാത്തിനും സിമിലാരിറ്റി ഉണ്ട്. ചെരുപ്പ്, കൃത്യമായ ഇംഗ്ലീഷ് പദം എടുത്തു നോക്കിയാൽ ചപ്പൽ എന്ന് പറയും. ചപ്പൽ, ചെരുപ്പ്, ചായും പായും ആ 2 സൗണ്ടോടുണ്ട്. നമ്പർ എടുത്തു നോക്കൂ, 1 2 3 4. വളരെ രസകരമായിട്ട് നമുക്ക് ആ ക്ലോസ് അഫിനിറ്റി കാണാം. മലയാളവും ഇംഗ്ലീഷും മാത്രമല്ല, എല്ലാ ഭാഷകളും നമുക്കവിടെ കാണാം. 1 നമ്മളതിനെ ഒന്നെന്ന് പറയും. ഈ 1 ONE എന്ന് എഴുതിയിട്ടത് കറക്റ്റായിട്ട് ഉച്ചാരണം അറിയാത്ത ആളൊന്ന് വായിച്ച് നോക്കിയാൽ അത് ഒന്നെന്ന് വായിക്കും. 1. 2 ഇംഗ്ലീഷാണ്. ദ്വിമാന സമവാക്യം, സംസ്കൃതം 2. ഡ്യോ ലാറ്റിൻ. 2 ഇംഗ്ലീഷ്. കണ്ടോ? ഡൈ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട്. അതുപോലെ 3 ത്രയംബകം സംസ്കൃതം. 3 ഇംഗ്ലീഷ്. ട്രൈ ലാറ്റിൻ ഇങ്ങനെ വരാറുണ്ട്. 7 കണ്ടോ? 7 സപ്ത. കണ്ടോ? സപ്ത സംസ്കൃതം. സെപ്റ്റ ലാറ്റിൻ. കണ്ടോ? 7 നമ്മൾ 7 എന്ന് പറയും. 8 എടുത്ത് നോക്കിയേ. 8 ഏറ്റവും ഇംഗ്ലീഷ് 8, മലയാളം 8. എവിടെയാണ് വ്യത്യാസം? അഷ്ട, ഒക്ടോ, അഷ്ട സംസ്കൃതം, ഒക്ടോ ലാറ്റിൻ. 8 ഹിന്ദിയിലാണെങ്കിൽ 8. ഇപ്പം ഞാൻ പറഞ്ഞത് വിശ്വാസമായോ? നിങ്ങളൊന്ന് നോക്കൂ. ഞാനിത് കണ്ടുപിടിച്ചതൊന്നുമല്ല, ഇത് പല ബുക്കുകളിലും ഞാൻ കണ്ട കാര്യമാണ്. നമുക്കിത്
ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്ലോസ് അഫിനിറ്റി നമുക്ക് മനസ്സിലാവും. ഡോർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന് സമാനമായ സംസ്കൃത പദം ദ്വാര എന്നാണ്. ദ്വാരപാലകൻ, ഡോർ കീപ്പർ, ദ്വാരപാലകൻ, ദ്വാര, ഡോർ. റെഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യത്തെ അർത്ഥം രക്തമെന്നായിരുന്നു. റെഡിൽ നിന്ന് രുധിരം, റെഡ്, പിന്നെ അത് ബ്ലഡായിട്ട് മാറിയത്. ഓക്കെ, ഇങ്ങനെ എല്ലാ വാക്കുകളിലും ഈ ക്ലോസ് അഫിനിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ പല വാക്കുകളിലും നമുക്ക് ഈ ക്ലോസ് അഫിനിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ലോകത്തിലുള്ള എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഒരു ലാംഗ്വേജിൽ നിന്നാണ് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ. ഇപ്പം ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഇംഗ്ലീഷിലാണല്ലോ, ഇൻ്ററോഗേഷൻ ഇംഗ്ലീഷാണെന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. അല്ല, ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വാക്ക് ഒരിക്കലും ഇംഗ്ലീഷ് അല്ല. ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ അത് ലാറ്റിനാണ്. അതിൻ്റെ ഫ്രഞ്ച് വേർഡ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷിൽ ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഉപയോഗിക്കുന്ന വാക്കാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് അല്ല, പിന്നെന്താണത്? ഫ്രഞ്ച് വേർഡാണ്. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആസ്ക്. എന്താണ് ആസ്ക്? ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്ന വലിയ അക്ഷരങ്ങൾ, ഒരുപാട് അക്ഷരങ്ങളുള്ള പല വാക്കുകളും ഇംഗ്ലീഷല്ല. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പല ഭാഷകളിൽ നിന്ന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ലാറ്റിൻ, ഫ്രഞ്ചിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ളത്. ഫ്രാൻസുകാർ ഇംഗ്ലണ്ട് അടക്കി ഭരിച്ച സമയത്താണ് അവർ മാസ്റ്റർ ലാംഗ്വേജ് ഫ്രഞ്ച് ആക്കിയിട്ട് എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും പറഞ്ഞൊരു ഫ്രഞ്ച് സംസാരിക്കണമെന്നും പറഞ്ഞ റൂൾ കൊണ്ടുവന്നു. ആരും ഇനി ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കരുത്, കാരണം ഇംഗ്ലീഷിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചു. ഫ്രഞ്ച് കട്ടി ലാംഗ്വേജാണ്, സാധാരണക്കാർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റിയിട്ട് പോലും സാധാരണക്കാർ ഒളിഞ്ഞും മറഞ്ഞും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരുന്നു. കാരണം അവർക്ക് സംസാരിക്കാൻ ഇഷ്ടം അതാ. അവസാനം ഫ്രഞ്ചുകാർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് പോയി. പതുക്കെ ഇംഗ്ലീഷ് അവരെയും അടക്കി ഭരിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ഇറ്റ് സിംപ്ലിസിറ്റി. ഇവിടെ അത് തന്നെ സംഭവിച്ചതാണ്. ഇന്ത്യയെ കോളനിയാക്കി വെച്ച സമയത്ത് അവർ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, അവർ നമ്മുടെ ഭാഷ പഠിക്കാൻ ശ്രമിച്ചു, ഹിന്ദി. ഒരിക്കലും അവർക്ക് വഴങ്ങത്തില്ല ഹിന്ദി. അവസാനം അവരെന്തോ പഠിച്ച്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച്. ഇത് ഇവിടെ സംഭവിച്ചതാണ്. നമ്മളെ കോളനി ആക്കി വെച്ചപ്പം ഇംഗ്ലീഷുകാർക്ക് ഇത് സംഭവിച്ചതാണ്. അവിടെയും സംഭവിച്ചതാണ്, ഫ്രാൻസിൽ സംഭവിച്ചതാണ്. ഫ്രഞ്ചിൽ നിന്ന് ഒരുപാട് ലാംഗ്വേജ് ഇംഗ്ലീഷിലോട്ട് വന്നിട്ടുണ്ട്. അന്ന് ഈ ഫ്രഞ്ചുകാരുടെ അടിമകളായിരുന്നു ഇംഗ്ലീഷുകാർ കൊണ്ട് സ്ലേവ് ലാംഗ്വേജ് ആയിരുന്നു ഇംഗ്ലീഷ്. ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്നത്, സ്ലേവ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷിനെ കാണുന്നത്. മാസ്റ്റർ എന്ന് പറയുന്ന പദം ഫ്രഞ്ചാണ്, സെർവൻ്റ് എന്ന് പറയുന്ന പദം എന്താണ്? ഇംഗ്ലീഷാണ്. ഇപ്പോഴും നിങ്ങൾ സംശയമുണ്ട് നോക്ക്. റോയൽ, റീഗൽ, രാജാക്കന്മാരെ സംബന്ധിക്കുന്ന വാക്കുകളെല്ലാം എന്താണ്? റോയൽ, റീഗൽ എന്നുള്ള വാക്കുകളെല്ലാം ഫ്രഞ്ചാണ്. സാധാരണക്കാരനെ സംബന്ധിക്കുന്ന പദങ്ങളെല്ലാം ഇംഗ്ലീഷായിരുന്നു അന്ന്. കൃഷിക്കാരായിരുന്നു ഇംഗ്ലീഷുകാർ, അതുകൊണ്ട് അവർ കൃഷി ചെയ്യുമ്പോൾ അവർ ഓക്സ്, കൗ, അതെല്ലാം ഇംഗ്ലീഷ് വേർഡുകളാണ്. എന്നാൽ ഇതെല്ലാം ഫ്രഞ്ചുകാരൻ്റെ തീന്മേശയിലെത്തുമ്പം അതിനവർ പേരിട്ടു ബീഫ്, മട്ടൺ, അതെല്ലാം ഫ്രഞ്ച് വേർഡുകളാണ്. ഇങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് സിമ്പിളാണ്, 100% നമുക്ക് ഉറപ്പിക്കാം. മലയാളത്തിനേക്കാളും ഇംഗ്ലീഷ് സിമ്പിളാണ്. അതിൻ്റെ കാരണം വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട്? 52 അക്ഷരം. ഇംഗ്ലീഷിലോ 51 അക്ഷരം, ഇംഗ്ലീഷിലോ 26. അതിൻ്റെ പകുതിയേ ഉള്ളൂ. മലയാളം ഡിക്ഷണറിക്കകത്ത് വായിക്കൊള്ളാത്ത വാക്കുകൾ കൂടിയുണ്ട്, ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. ഇത്രയും വരും മലയാളം ഡിക്ഷണറി, നിഘണ്ടു. ഇംഗ്ലീഷ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇനി അതിനേക്കാൾ വലിയ രസകരമായ കാര്യം, ആ വാക്കുകളെല്ലാം ഇംഗ്ലീഷല്ല. ഇംഗ്ലീഷ് ഒറിജിൻ വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു ബാലരമയുടെ കനവേ വരുത്തുള്ളൂ ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം എഴുതിയ. ബൈബിളിൽ നിന്ന് ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. എന്തിനും നമ്മുടെ ഹിന്ദിയിൽ നിന്നും പോയിട്ടുണ്ട്. ഇന്ത്യയിൽ അവർ അടക്കി ഭരിച്ചപ്പോൾ ഇവിടുത്തെ കുറേ വാക്കുകൾ അവർ അടിച്ചുകൊണ്ട് പോയി. അതിലൊന്ന് വരാന്ത, ഒന്ന് കറി, ഒന്ന് ചട്നി, ഒന്ന് രാജ. ഈ വാക്കുകളെല്ലാം ഇപ്പോൾ അവർ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ കോളനികളാക്കി വെച്ച എല്ലായിടത്തും അവരെ അടക്കി ഭരിച്ചവരുടെ കയ്യിൽ നിന്ന് വരെ അവർ ലാംഗ്വേജ് എൻറിച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും അവരുടെ ലാംഗ്വേജ് എൻറിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം, അതൊരു VIP ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ സിംപ്ലിസിറ്റി കൊണ്ടും അവർ പോകാത്ത സ്ഥലമില്ല എന്നുള്ളത് കൊണ്ടും ഇത് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് എല്ലാവരുടെ ഇടയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ ലാംഗ്വേജാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ഈ ലാംഗ്വേജ് ഇന്നിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി മാറിയിരിക്കുന്നു. അതിനാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ, വളരെ
മാസ്റ്റേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ കീഴിൽ ഓരോ ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിക്ക് എന്ന നിലയിൽ നമ്മൾ ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇതുപോലെ വളരെ രസകരമായ ഫാക്റ്റുകളുമായിട്ട്, ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഫാക്റ്റുകളുമായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് എൻട്രി ആപ്പിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിലൂടെ ഞാൻ നിങ്ങളെ കാണാൻ എത്തുന്നതായിരിക്കും. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത്യാവശ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. എൻട്രി ആപ്പിലേക്ക് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന് വേണ്ടി വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സോ വീണ്ടും ഇനി തുടർച്ചയായി നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. വീണ്ടും ഇതുപോലുള്ള രസകരമായ ഫാക്റ്റും ഇംഗ്ലീഷ് ടിപ്സും സ്പോക്കൺ ഇംഗ്ലീഷ് ടിപ്സുമായി ഞാൻ വീണ്ടും തുടർച്ചയായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ, തഴവ.